അപ്പൊ കുറ്റിച്ചിറയെന്ന് ഒരു 19-കാരി പെൺകുട്ടി, ഷീ റൺ എ ഫ്ലീ മാർക്കറ്റ്. ഫസ്റ്റിൽ ഏകദേശം 65ഓളം സ്റ്റോൾസ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത്, സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ അത് ഏകദേശം 80+ സ്റ്റോൾസ് ഹോസ്റ്റ് ചെയ്ത്, ആൻഡ് ഇറ്റ് വെൻ വെരി സക്സസ്ഫുൾ. ഞാൻ ഐ ഓൾവേസ് കീപ്പ് എ ബൗണ്ടറി വിത്ത് ലേഡീസ്. റിലീജിയസ്ലി നോക്കുകയാണെങ്കിലും ബട്ട് അത് കുറച്ച് സേഫുമാണ്. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാന്നുള്ളതായിരുന്നു. പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നതിലും നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് മനസ്സിലായി. എന്റെ ആദ്യത്തെ പോഡ്കാസ്റ്റ് അല്ലത്, ആദ്യത്തതും അവസാനത്തതും പറഞ്ഞ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇത് ഇന്നത്തെ നമ്മളെ 2ാമത്തെ പോഡ്കാസ്റ്റ് ആണ് ആക്ച്വലി. ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ കുറച്ച് ടെക്നിക്കൽ എറേഴ്സ് വന്നിട്ട് വി ആർ റീഷൂട്ടിങ് ഇറ്റ് അഗെയിൻ. സോ വെൽക്കം അഗെയിൻ എമിന ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു. അതിന് മുന്നേ വെൽക്കം ഗൈസ് ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് MinConnects പോഡ്കാസ്റ്റ്. ആൻഡ് ടുഡേ is with us Emina from Abadia. Hi. Welcome to the show. Thank you so much. Thank you so much. എമിനെ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹർ ഫസ്റ്റ്. എക്സാക്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം മെയ് അല്ലേ, ലാസ്റ്റ് ഇയർ 2025 മെയ്യിൽ കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ന്യൂ കാസ്റ്റിൽ കോൺവേർഷൻ എന്തുണ്ട് ഹാളിൽ വെച്ചിട്ട് ഒരു ഫ്ലീ മാർക്കറ്റ് നടക്കണ്ടായി. ഇറ്റ്സ് കോൾഡ് അബാദിയ ഫ്ലീ മാർക്കറ്റ്. അത് നടത്തിയത് ആക്ച്വലി കുറ്റിച്ചിറുള്ള എമിന ഹെഡ് ചെയ്യുന്ന കുറ്റിച്ചിറുള്ള ഒരു 18-19 ഏജുള്ള 4 പെൺകുട്ടികളാണ്. ആൻഡ് മീറ്റ് ദ ഹെഡ് എമിന. ഹലോ. ഹായ്, വെൽക്കം അഗെയിൻ. ഓക്കെ, അപ്പം എമിന ആക്ച്വലി എക്സാക്ട് ആഫ്റ്റർ 1 year ആസ്പിൻ കോർട്ട്യാർഡ്സിൽ വെച്ചിട്ട് കോഴിക്കോട് ഈ അബാദിയ എക്സ്പോന്റെ 2nd എഡിഷൻ നടത്തി. ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ് അല്ലേ? അപ്പം വൈ എമിന എന്ന് ചോദിക്കുന്നതിനുള്ള ആൻസറാണ് ഞാനിപ്പോൾ തന്നത്. ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്ത് അത് സക്സസ്ഫുള്ളി റൺ ചെയ്ത് വൈൻഡപ്പ് ചെയ്ത ഒരു 18 അല്ലേ, 19-year-old എന്റർപ്രണർ ആണ് എൻ്റെ മുന്നിലിരിക്കുന്ന എമിന. Once again, welcome to the show. Hi. Hello. ഞാൻ ഇൻട്രോയിലേക്ക് എനിക്കൊരു സാധനം കൂടെ ആഡ് ചെയ്യാണ്ട്. 19-year ഗേൾ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഷീസ് ഫ്രം കുറ്റിച്ചിറ. ദാറ്റ്സ് ദി ഹൈലൈറ്റ്. അതാണ് ഇന്നെ എമിനെ പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത സാധനം. കാരണം എൻ്റെ 2ാമത്തെ പോഡ്കാസ്റ്റാണ് MinConnectsന്റെ. സോ someone I bring in the podcast must be that much എന്താ പറയുക, ഒരു കോണ്ടന്റ് ഉള്ള ആളാവണം. അപ്പോൾ കുറ്റിച്ചിറയെന്ന് ഒരു 19-കാരി പെൺകുട്ടി, ഷീ റൺ എ ഫ്ലീ മാർക്കറ്റ്. ഫസ്റ്റിൽ ഏകദേശം 65ഓളം സ്റ്റോൾസ് നിങ്ങൾ ഹോസ്റ്റ് ചെയ്ത്, സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ അത് ഏകദേശം 80+ സ്റ്റോൾസ് ഹോസ്റ്റ് ചെയ്ത്, ആൻഡ് ഇറ്റ് വെൻ വെരി സക്സസ്ഫുൾ. സോ ബീങ് എ ഗേൾ ഫ്രം കുറ്റിച്ചിറ, ഫസ്റ്റ് എമിനെ ഇൻട്രൊഡക്ഷൻ ഞാൻ ലാസ്റ്റ് ആക്കാം. ബീങ് എ ഗേൾ ഫ്രം കുറ്റിച്ചിറ, ഹൗ യു ഫീൽ നൗ? വാട്ട് ഓൾ ബാരിയേഴ്സ് do you break during this process? ബ്ലാങ്ക് ആയി. എന്തൊക്കെയായിരുന്നു എമിനെ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ ഒരു ഇവന്റ് നടത്താൻ? ബീങ് ഗേൾ ഫ്രം കുറ്റിച്ചിറ എന്താ ഞാൻ ഫേസ് ചെയ്തത് സ്ട്രഗിൾസ്? കുറ്റിച്ചിറ എന്ന് പറയുമ്പോൾ അങ്ങനെ കുറ്റിച്ചിറനെ ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. കാരണം ചിലവര് പറയും ഗേൾസിന് ഫ്രീഡം ഇല്ല, ഭയങ്കര ക്ലോസ്ഡ് ലൈഫാണ്. പക്ഷെ എക്സ്പ്ലോർ ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആവണം തോന്നിയാൽ യു ക്യാൻ ഡു ഇറ്റ്. ഡിപ്പെൻഡ്സ്, ഫാമിലി ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ കുറ്റിച്ചിറ അഡ്രസ് ചെയ്യാൻ വലിയതില്ല. പക്ഷെ ഐ തിങ്ക് കുറ്റിച്ചിറ എല്ലാവരും ഡിഫറെന്റ് ആയി കാണാൻ കാരണം എവ്രി വൺ ഇൻ കുറ്റിച്ചിറ ഇസ് ഇന്റർ റിലേറ്റഡ്. എല്ലാവർക്കും എല്ലാവരും അറിയാം. അത് ഏത് കാറ്റഗറി, ഇപ്പം ലൈക്ക് ഭയങ്കര ഡിഫറെന്റ് തറവാടാണെങ്കിലും എവ്രി വൺ ഇസ് ഇന്റർ റിലേറ്റഡ്.
അതുകൊണ്ട് കുറ്റിച്ചെറിലുള്ള കുട്ടികളെ ഒരു ഇതെന്താ വെച്ചാ ദേ ആർ ഡൂയിങ് സംതിങ് ദേ ആർ വെരി അലേർട്ട്. ആളുകൾ എന്ത് വിചാരിക്കും, കാരണം അതെന്തായാലും ഒരു ടോക്ക് ആവൂലേ, ഇഫ് ഐ പുൾ സംതിങ്, എനിക്ക് കുറച്ചൊരു എക്സ്പോഷർ കിട്ടിയ വാട്ട് വിൽ പീപ്പിൾ തിങ്ക്, ഒരു മെന്റാലിറ്റി കുറ്റിച്ചെറിയിലുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് കുറ്റിച്ചെറിയിൽ അത്ര ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊന്നും. പക്ഷെ കുറ്റിച്ചെറുള്ള ആൾക്കാര് പുറത്തുനിന്ന് കല്യാണം കഴിക്കൂല, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? അത് ഉണ്ടോ വെച്ചാൽ ഒരു 5 years ബാക്ക് കുറ്റിച്ചെറ എങ്ങനെയായിരുന്നു? 5 years ബാക്ക്, ഒരു 10 years ബാക്ക്, 5 years ബാക്ക് വെരി ഡിഫറെന്റാ. കാരണം ഞാൻ കുറ്റിച്ചെറിന്റെ ആ ഒരു കുളത്തിന്റെ സൈഡിലായിരുന്നു എൻ്റെ അപ്പന്റെ വീട്. സോ ഐ നോ ദ കൾച്ചർ. ഒരു പക്ക കുറ്റിച്ചെറ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നല്ല ഡിഫറൻസ് പറയാൻ പറ്റും ഇന്നിപ്പോ കാണുന്ന കുറ്റിച്ചെറ. ഇന്നിപ്പോ പോയാൽ കുറച്ചും കൂടി ലൈക്ക് ഔട്ട്സൈഡേഴ്സിനെ കാണും. അന്ന് കുറ്റിച്ചെറിലെ ഗേൾസ് ഒന്നും അങ്ങനെ ആ ഒരു കുളത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. സമ്മതിക്കൂല എന്നല്ല, വി ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ആരും ചെയ്യുന്നത്. അതുകൊണ്ട് വി ആർ ഓൾസോ. പുറത്തുള്ള ആൾക്കാരൊക്കെ കുറ്റിച്ചെറിനെ കോഴിക്കോട് ജില്ലന്റെ അകത്തൊരു ജില്ല ആയിട്ട് കാണുന്ന ആൾക്കാർ എനിക്കറിയാം. കുറ്റിച്ചെറ സം അതർ കോണ്ടിനെന്റ്, ഒരു വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആയിട്ടാണ് ഇവിടെ കോഴിക്കോടുള്ള ആൾക്കാർ കുറ്റിച്ചെറിനെ കാണുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ആണ് എമിൻ ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യുന്നത്. ആക്ച്വലി എല്ലാരും സമ്മതിക്കൂല എന്നല്ല. അതിന്റെ മുന്നേ can you introduce what's Abadia and who is you, like, for the people who's watching this? I'm a normal person from Calicut Kuttachera. Okay. കുറച്ചും കൂടി എന്താ ബിസിനസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സോ അങ്ങനെ 2024 ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. പക്ഷേ ഐ നോ ഇൻ ഓർഡർ ടു പുൾ സച്ച് എ ഇവന്റ് എനിക്ക് കുറച്ച് ടൈം വേണം. അപ്പൊ ആ ഒരു സ്റ്റഡീസിന്റെ ടൈം ആയതുകൊണ്ട് ഐ തോട്ട് നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഒരു 1 year അങ്ങനെ തലയിലുണ്ട്, ഇത് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ ഹൗ. പിന്നെ 2025 ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതും season 1 നമ്മൾ ഹെൽഡ് ചെയ്യാം. ഓക്കെ. കുറ്റിച്ചെറ നമുക്ക് വേണ്ട, അതിമ തന്നെ പിടിച്ചെത്തും വേണ്ട. ആൻഡ് ഇത് കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ദിസ് പോഡ്കാസ്റ്റ് ഈസ് ഫോർ എനി വൺ ഹൂസ് എനി ഗേൾ, എസ്പെഷ്യലി ഗേൾസ്, എസ്പെഷ്യലി ഫ്രം ദ മുസ്ലിം കമ്മ്യൂണിറ്റി. കുറേ ആൾക്കാരുണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ട്, പക്ഷെ കുറേ ബാരിയേഴ്സ് ഉണ്ട്. ഈ പോഡ്കാസ്റ്റ്, ഈ ഒരു ടോക്ക് മസ്റ്റായിട്ട് കാണുക. എന്താണെന്നുള്ളത് എന്തായാലും ത്രൂ ഔട്ട് ദ പോഡ്കാസ്റ്റിംഗ് ഒക്കെ മനസ്സിലാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് നമ്മളെ കോൺവെർസേഷൻ ആണ്. ഹൗ സീരിയസ് വാസ് ദ പീപ്പിൾ അറൗണ്ട് യു വെൻ യു കം അപ്പ് വിത്ത് സച്ച് എൻ ഐഡിയ? ഇപ്പം ഇങ്ങനത്തെ ഒരു സാധനം ഒരാളടുത്ത് പറയുമ്പം അവർക്ക് ഉണ്ടാകുന്ന റിയാക്ഷൻ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഫ്രം കുറച്ചൊരു ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി എന്നാകുമ്പോൾ ഹൗ വാസ് ദ പീപ്പിൾ അറൗണ്ട് യു? ഫസ്റ്റ് ഓഫ് ഓൾ ഗേൾ ആണ്, അതൊരു ബാരിയറാണ്. പറഞ്ഞു ഈ ഒരു ഏജില് ഇങ്ങനെ ഒരു കാര്യം പുൾ ഓഫ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല. കാരണം ഹ്യൂജ് ക്യാപിറ്റൽ ടേൺ ഓവർ ഉള്ള ഒരു സംഭവമാണ്. ഒരു സ്മോൾ ബിസിനസ് തുടങ്ങണ പോലെ അത്ര എളുപ്പമല്ല ഒരു ഫ്ലീ മാർക്കറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അതന്നെയായിരുന്നു ഏറ്റവും വലിയ ബാരിയർ. അപ്പോ ഇതാരും സപ്പോർട്ട് ചെയ്യില്ല. ലൈക്ക് ഈവൻ ഫ്രണ്ട്സ്, ഫാമിലി, കസിൻസ് ആയാലും ലൈക്ക് എവിടുന്നും എങ്ങനെ ഹൗ യു ഗോണ ഡു ദിസ്, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് എന്റെ മുന്നിൽ. പക്ഷെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിനേക്കാൾ അത് ചെയ്യാന്നുള്ളതായിരുന്നു. പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നതിലും നല്ലത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് മനസ്സിലായി. ഓക്കെ, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിലേക്ക് വരാം. വാട്ട് വാസ് യുവർ ഫാമിലി ലൈക്ക്? ഓരോ റിയാക്ഷൻ എന്തായിരുന്നു? ഇതാരുടെ അടുത്താണ് ആദ്യം പറയുന്നത്? ഇപ്പൊ നിങ്ങൾ 19 അല്ലേ? സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്ത സമയത്ത് യു ആർ 18. 18ാമത്തെ വയസ്സിൽ ഒരു ഉപ്പന്റെ അടുത്ത് കുട്ടി വരാണ് എനിക്കൊരു ഫ്ലീ മാർക്കറ്റ് നടത്തണം എന്ന് പറഞ്ഞാല് എന്താണ് അന്ന് നിങ്ങൾ ഉപ്പന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ലൈക്ക് എന്റെ സിബ്ലിങ്സിൽ ഞാൻ ഭയങ്കര ഒരു ഡിഫറെന്റാ, അങ്ങനെ പറയല്ല. പക്ഷെ ലൈക്ക് ഞാനൊരു കാര്യം വിചാരിച്ചാൽ ഞാൻ ചെയ്യും. പണ്ടേ ഉമ്മ പറയും ലൈക്ക് നേടണം വിചാരിച്ചത് നേടുന്ന ഒരാളാണ് ഞാൻ. സൗണ്ട് കൂട്ടിക്കോ. അപ്പൊ പിന്നെ ഒരു ലൈക്ക് ഐ ഓൾവേസ് കം അപ്പ് വിത്ത് ഭയങ്കര ക്രേസി ഐഡിയാസ്. അപ്പൊ അതുകൊണ്ട് അത് കേട്ട് ഭാവി അങ്ങനെ ഒരു തട്ടി ലൈക്ക് നടക്കൂല, വെറുതെ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യണ്ട,
വാസ് ലൈക്ക് അങ്ങനെ പറഞ്ഞേ. അപ്പൊ വിചാരിച്ചു ഞാൻ അത് സീരിയസ് അല്ല, എന്തോ ഇതിലിങ്ങനെ പറയാന്ന് ജസ്റ്റ് വിചാരിച്ചു. കോമൺ ടോക്ക് ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കോമഡി ആയിട്ട് അവരെടുത്തിട്ടുള്ളൂ. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് അതിലേക്ക് Then to mom. ആണ്. മോമും സെയിം. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത് അതാണ് ഉമ്മ. അതിന്റെ ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ പിന്നെ അപ്പം റിലേറ്റീവ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല. പേജ്. അപ്പം അബാദ്യ എന്ന് കേൾക്കുമ്പോ എല്ലാവരും അബായ ബ്രാൻഡ് എന്നൊക്കെ വിചാരിച്ചു. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് മീ അബായന്റെ ബിസിനസ് തുടങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞല്ല, പിന്നെ ഈ എക്സ്പോന്റെ കോൺസെപ്റ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. എന്താ ഉദ്ദേശിക്കണേ, ഞാൻ എന്താ അതില് എന്റെ റോൾ എന്താന്നൊന്നും അവർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. എന്താ ചെയ്യണമെന്നൊന്നും. ഇങ്ങനെ എന്തോ സംഭവം ചെയ്യുന്നുണ്ട്, അത്രേ അറിയുള്ളൂ. ഓരോ ഭാഗത്തൊന്നും ഇങ്ങനെ എക്സ്പോ ആണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വലിയൊരു ലൈക്ക് സജഷൻസും അങ്ങനെ ഒന്നും ഇല്ലേനു. പിന്നെ ഒരു എക്സിക്യൂഷൻ ടൈം ആയപ്പോഴാണ് പിന്നെ ഇവർക്ക് മനസ്സിലായത് എന്താ സംഭവം, പരിപാടി എന്താന്നൊക്കെ. ഓക്കെ. rather than convincing them you proved it. അതിൽ ഇത് ഓക്കെ. ആരെങ്കിലും ഉപദേശിച്ചിരുന്നോ മോളെ വേണ്ട ഓ ഇതൊക്കെ? കൊറേ എല്ലാരും കൺവിൻസ് ചെയ്യാൻ നോക്കി. എന്തൊക്കെ പറഞ്ഞിട്ട്? വേണ്ട, ഐ വുഡ് സേ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു ഫിയർ ഉള്ള ആളാ. ആക്ച്വലി പ്രൊട്ടക്റ്റീവ് റെസ്ട്രിക്ഷൻ ആണ്. നമ്മള് ഷീ ഈസ് എ പേഴ്സൺ ഹു ലവ് സേഫ് പ്ലേ. അങ്ങനെ റിസ്ക് ടേക്കേഴ്സ് ആ ഒരു ലൈഫ് ഒന്നും ഇഷ്ടമല്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അത് അത്ര കൂൾ സിമ്പിൾ ലൈഫ് അല്ലാത്തതുകൊണ്ടും എന്നോട് പറഞ്ഞ എന്തിനാ ഈ ചെറിയ പ്രായത്തിൽ ഇത്ര സ്ട്രെസ് ചെയ്യുന്നേ. ഞാനിപ്പോ ലൈക്ക് അഡ്വാൻസ് കൊടുത്ത ടൈമിലൊക്കെ എന്നോട് പറഞ്ഞ വാങ്ങിക്കാള്, തിരിച്ചു വാങ്ങിക്കാള്, എല്ലാവരും പേയ്മെന്റ്സ് കൊടുത്ത് ക്ലോസ് ചെയ്തോ, നാളെ മുതൽ എനിക്ക് നല്ലോണം ഉറങ്ങാം. ഇതിങ്ങനെ ടെൻഷനായിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഉറങ്ങൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ നടന്നിട്ട് എന്തിനാണ്, ഇതിലെന്താ ഗെയിൻ എന്താണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കിത് ചെയ്യണം, എനിക്കിത് ഫുൾ ഓഫ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് കണ്ടിന്യൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ ഉപ്പ, ഉമ്മ, റിലേറ്റീവ്സ്, ഫാമിലി, ഇവരൊക്കെ നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ റെസ്ട്രിക്ട് ചെയ്യുന്നത് വൺ തിങ് ദേ നെവർ എക്സ്പീരിയൻസ് സച്ച് എ തിങ്. അപ്പം നമ്മളെ മക്കളും ഇതിൽ ചെന്ന് പെട്ടു പോകരുത്, ഒരു കഷ്ടപ്പെടരുത് എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും നമ്മളവരെ കേൾക്കരുത് ആ കാര്യത്തിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് തോട്ട്. രണ്ടാമത്തെ കാര്യം, പുറത്തുനിന്ന് ആൾക്കാർ പറയില്ലേ, പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ ചെയ്യണ്ട, ഒരു കാര്യവും ഇതുവരെ ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എതിർപ്പായിട്ട് വരുള്ളൂ. അത് ഫോർ ഷുവർ അതങ്ങനെ വരുള്ളൂ, അങ്ങനത്തെ ആൾക്കാരേ വരുള്ളൂ ഉറപ്പ്. അപ്പോൾ ഓക്കെ, വൈ ഫ്ലീ മാർക്കറ്റ്? അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഗേൾസ്, എവറി ഗേൾ ഹാവ് എ ബിസിനസ് പേജ്, എനിത്തിങ് റിലേറ്റഡ്, ഹന്ന അല്ലെങ്കിൽ ക്ലോത്തിങ്, ജ്വല്ലറി, പിന്നെ അതുപോലെ വേറെന്താ ഉള്ളത്, ഹോം ബേക്കേഴ്സ്, ഇഷ്ടം പോലെ. അപ്പോൾ ഇതൊക്കെ ഇവരൊരു സേഫ് പ്ലേ ആണ്. ഹന്നൻ്റെ ആണെങ്കിലും നമുക്ക് നമ്മളെ ക്ലയൻസിലേക്ക് നമ്മളെ വർക്ക്സ് ഇട്ട് കഴിഞ്ഞാൽ വേറെ എക്സിക്യൂഷനിലേക്ക് ഒരുപാട് വലിയ എക്സിക്യൂഷനിലേക്ക് നിൽക്കണ്ട. അതുപോലെ ജ്വല്ലറി ആണെങ്കിലും അങ്ങനെ സാധനം വാങ്ങുക, വിൽക്കുക, ക്രിയേറ്റീവ്സ് വിട്ടാൽ ഇതാകും. പിന്നെ അതുപോലെ ക്ലോത്തിങ് ആണെങ്കിലും അങ്ങനെ തന്നെ, ഹോം ബേക്കിംഗ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഒക്കെ ഒരു സേഫ് കൈൻഡ് ഓഫ് പ്ലേ. അതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ when it comes to Flea, you have to face a lot of people, you have to convince a lot of people, you have to organize an event, you have to lead a team. അങ്ങനെ കുറേ ലൈക്ക് റെഡ് ഫ്ലാഗ്സ് ഉണ്ടായിന്. ഇറ്റ്സ് ആക്ച്വലി ഗ്രീൻ ഫ്ലാഗ്സ്, പക്ഷെ ഫസ്റ്റ് ടൈം ഫീൽസ് ലൈക്ക് എ വെരി വെരി റെഡ് ഫ്ലാഗ്. അപ്പോൾ വൈ യു ചൂസ് Flea over this kind of businesses? ഫ്ലീയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ റെഡ് ഫ്ലാഗ്സ് ഒന്നും എൻ്റെ ഇല്ല, തലയിലില്ല. പോസിറ്റീവ് സൈഡേ നോക്കിയിട്ടുള്ളൂ. ഇത് എക്സിക്യൂഷനിൽ എത്ര സ്ട്രഗിൾ ഉണ്ടാവും അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഞാനിങ്ങനെ എനിക്ക് എക്സ്പോസിൽ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ പോവാനും ലൈക് സ്മോൾ ബിസിനസ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് സ്മോൾ ബിസിനസ് കാണാൻ പറ്റുള്ളൂ. മോസ്റ്റ് ഓഫ് ദ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഫിസിക്കൽ സ്റ്റോർ ഇല്ലാത്തവരാ, എല്ലാവരും ഓൺലൈൻ ചെയ്യുന്നു. അതൊരു എക്സ്പീരിയൻസാ. അപ്പോ പക്ഷെ ഈവൻ ദോ ഇങ്ങനെ ഒരു എക്സ്പോസ് കുറെ നടക്കുന്നുണ്ടെങ്കിലും ഭയങ്കര നോർമൽ പക്ക ഒരു ടേബിൾ ചെയർ സെറ്റപ്പ്, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒന്നും ഇല്ലാത്ത
ഒരു ഇവന്റ് ആണ് എക്സ്പോ ഫ്ലീ മാർക്കറ്റ്. യൂഷ്വലി കോഴിക്കോട് നടക്കുന്നത് മെജോറിറ്റി. പക്ഷെ എന്റെ തലയിൽ അങ്ങനെ ഒരു ഫ്ലീ മാർക്കറ്റ് നടത്തണം എന്നല്ല. ഐ വോണ്ടഡ് ടു ബ്രിങ് സംതിങ് ക്രിയേറ്റീവ്. കുട്ടികൾക്ക് എന്തെങ്കിലും വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്രിയേറ്റീവ് സൈഡ് വേണം. ലൈക്ക് പീപ്പിൾ ഷുഡ് സ്പെൻഡ് ടൈം അവിടെ. ജസ്റ്റ് വന്ന് സ്റ്റോൾസ് ഒക്കെ വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും ഷോപ്പ് ചെയ്ത് പോകുന്നതിനേക്കാളും ദേ ഷുഡ് ഫീൽ ദ എക്സ്പീരിയൻസ്, ദേ ഷുഡ് ഫീൽ ദ എനർജി. നമ്മൾ ആ പുൾ ഓഫ് ചെയ്യുന്ന ആ ഒരു സംഭവം അവിടെ വിസിബിൾ ആവണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ക്രിയേറ്റീവ് സൈഡായിട്ടാണ് അബാദി ഞാൻ പുൾ ഓഫ് ചെയ്തത്. ഓക്കെ, യു ആർ ഓൺ ദ നെക്സ്റ്റ് ഇപ്പം 3rd സീസൺ പ്ലാൻ ചെയ്യാണ് അല്ലേ? ഫസ്റ്റ് സീസൺ കഴിഞ്ഞ്, സെക്കൻഡ് സീസൺ കഴിഞ്ഞ്. ഹൗ ഹാർഡ് ഇറ്റ് വാസ് ദ സെക്കൻഡ് വൺ അക്കോർഡിംഗ് ടു യുവർ ഫസ്റ്റ് വൺ പ്രോപ്പർ പ്ലാനിങ് ഇല്ല. ലൈക്ക് ഡേ ബൈ ഡേ ഫിഗർ ഔട്ട് ചെയ്യാണ് ഞാൻ. നിങ്ങൾ ഫ്ലീ നടത്തിയ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ആരെങ്കിലും അഡ്വൈസ് എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോൾ വെൻഡേഴ്സ് ഇങ്ങനെ കുറെ പറഞ്ഞു തരും. Like they don't want the stall, they don't want to show up at Abadi. Actually, they just want to know the updates, how we are doing. അപ്പോൾ അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും എന്തായി, ലൈക്ക് സ്റ്റോൾസ് ഉണ്ടോ, അതൊക്കെ എൻക്വയറി ചെയ്യും. എന്നിട്ട് കുറെ അഡ്വൈസ് പറയും. This is not how you do it. ഇങ്ങനെയല്ല, ഫ്ലീ മാർക്കറ്റ്സ് ഇങ്ങനെ ഒന്നല്ല ചെയ്യരുത്. അതിലെന്തെങ്കിലും ഏതെങ്കിലും അഡ്വൈസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നോ? ലൈക്ക് നല്ല സൈഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവര് മെയിനായിട്ട് വിളിക്കുന്നത് വേറെ ഡീറ്റെയിൽസ് അറിയാനും അങ്ങനത്തേനൊക്കെയാണ്. അപ്പോ അതന്നെയായിരുന്നു മെയിനായിട്ട്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഇത് നടത്തിന്ന് പറഞ്ഞത്, ആൻഡ് ദാറ്റ് വാസ് സക്സസ്ഫുൾ ഔട്ട്സൈഡ്. പക്ഷെ ഇൻസൈഡിൽ നിങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. വാട്ട് വാസ് ദ മിസ്റ്റേക്സ് യു ആർ ഡൺ ഇൻ ദ സീസൺ 1 അബാദിയയില്? ഒരു എന്താ പറയാ, ഒരു ഇവന്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും യു മസ്റ്റ് ഡു ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഫസ്റ്റ് നിങ്ങൾക്ക് ഡു നോട്ട് ഡു സാധനങ്ങൾ പറയാം. ഞാൻ പറയും, നമ്മളെ അക്കൗണ്ട്സ് ഫസ്റ്റ് ഉള്ള പോലെ ആയിരുന്നില്ല ലാസ്റ്റിലേക്ക്. അതാണ് ഫസ്റ്റ് മിസ്റ്റേക്ക്. അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽസ്. ഫൈനാൻഷ്യലി നമുക്ക് എത്ര ടേൺ ഓവർ വരും നമുക്കൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ അത്ര എല്ലാ ലാസ്റ്റിലേക്ക് നമുക്ക് ഉണ്ടായിനെ. അത് ഭയങ്കര വലിയ ഇഷ്യൂ ആ ഫ്ലീ മാർക്കറ്റ് നടത്തുമ്പോൾ. നമ്മൾ വിചാരിക്കുന്ന ടേൺ ഓവർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കോസ്റ്റ് ലോസിലാവും, പരിപാടി ലോസിലാവും, നമ്മൾ കുറെ സ്ട്രഗിൾ ചെയ്യും. അപ്പൊ അതിന് ഫസ്റ്റ് ഞാൻ പറയുന്നത്, കാരണം പ്രോപ്പർ ആയിട്ട് നമ്മള് എക്സ്പെൻസും റവന്യൂ ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ വലിയ പ്രശ്നം. പിന്നെ അഫ്കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. ഇങ്ങനെ ഒരു ഇവന്റ് നടത്തുമ്പോൾ ഒരാൾ വിചാരിച്ചാൽ 2 ആൾ വിചാരിച്ചാൽ നടക്കൂല. മേ ബി ഒരു നോർമൽ ഫ്ലീ മാർക്കറ്റ് ഇപ്പൊ ഇവിടെ റൺ ചെയ്യുന്നവർക്ക് അത് പറ്റുമായിരിക്കും. പക്ഷെ എന്റെ ഒരു ഇതില് അബാധിയ അങ്ങനെ റൺ ചെയ്യാൻ കഴിയില്ല. അറൌണ്ട് 20 മെമ്പേഴ്സ് എന്തായാലും ഇനി അങ്ങോട്ട് എന്തായാലും 4 ആള്. അപ്പൊ അത് വെച്ച് പിന്നെ മിസ്കമ്മ്യൂണിക്കേഷൻ. ഞാൻ ചിലപ്പം ഒരു സ്റ്റോൾ വെൻഡറിനോട് പറഞ്ഞ കാര്യമായിരിക്കില്ല എന്റെ വേറെ ടീം മെമ്പർ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കൊളാഷ് വന്നാലും ഭയങ്കര ഇഷ്യൂ. നമ്മള് ഞാനിപ്പോ ചിലപ്പോ ഒരു സ്റ്റോള് സോർട്ട് ചെയ്തിട്ടുണ്ടാവും, അതേ സ്റ്റോളിലേക്ക് തന്നെ വേറെ ഒരു ടീം മെമ്പറും സോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ. നമ്മുടെ ഫുൾ സ്റ്റോൾ നമ്മള് 6500. ഫുൾ സ്റ്റോള് ഫുള്ള് അത്രേ ഉള്ളൂ. ഹാഫ് 3500. അപ്പൊ അത്രയും വെച്ചിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ഇവന്റ് നിങ്ങൾ പുൾ ഓഫ് ചെയ്ത്. അത്രയും നിങ്ങൾ താന്നു കൊടുത്ത ആൾക്കാർക്ക് അല്ലേ? അവിടെയാണ് നമ്മള് അക്കൗണ്ട്സ് തെറ്റിയത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇതില്ലോ? രണ്ടാമത്തേല് ഞാൻ ഭയങ്കര പ്രിപ്പയർഡാ. ഞാൻ എന്റെ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ നോട്ട് ചെയ്തു. അപ്പൊ അതിൽ നിങ്ങൾ ഇപ്പൊ ഫസ്റ്റത്തേതിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെ നിങ്ങൾ രണ്ടാമത്തെ ഇംപ്ലിമെന്റ് ചെയ്തേ? ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് പക്കാ കീപ്പ് ചെയ്ത്. ഓക്കെ. പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, എന്തൊക്കെ ഫീൽഡിലൊക്കെ ആൾക്കാരെ വേണമെന്ന് എനിക്കറിയാം. അപ്പൊ ആ ഒരു വേണ്ടവരൊക്കെ ഞാൻ ഹയർ ചെയ്തു. എന്തൊക്കെ ഫീൽഡിൽ നാല് ടീം മെമ്പേഴ്സ് ആയിരുന്നു നിങ്ങൾ ആദ്യം ഉണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് യുവർ കസിൻസ്. ഇപ്പൊ അവരില്ല അല്ലേ? ഇപ്പം ഈ സീസൺ 2 നമുക്ക് 20 മെമ്പേഴ്സ് അവരുണ്ടായിരുന്നു. അപ്പൊ ഇനി അവരില്ല. അപ്പം ഫസ്റ്റ് വെറും 4 ആളെ വെച്ച് നടത്തിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായത്
ഇത് 4 ആളെ കൊണ്ട് നടക്കൂല, യു വാണ്ട് എ വെരി ഗുഡ് ടീം എന്നുള്ളത് അല്ലേ. അപ്പൊ രണ്ടാമത്തേലേക്ക് എത്തിയപ്പം ഏകദേശം 20 ആളോളം നിങ്ങൾ ഹയർ ചെയ്തു. അതിൽ ഏതൊക്കെ കാറ്റഗറി? വീഡിയോഗ്രാഫേഴ്സ്, ഡിസൈനേഴ്സ്, സോഷ്യൽ മീഡിയ മാനേജർ, വോളണ്ടിയേഴ്സ്, ആങ്കർ, അങ്ങനെ. ഒരു ഫസ്റ്റ് നടത്തിയപ്പോ ഞങ്ങൾ പഠിച്ച് കാര്യങ്ങൾ പഠിച്ച്. അപ്പൊ രണ്ടാമത്തെ ഇതിൽ സ്റ്റോളിന്റെ പ്രൈസ് എത്രയാണ്? ഫുൾ സ്റ്റോൾ വാസ് ലൈക്ക് 12K. പിന്നെ ഹാഫ് സ്റ്റോൾ 7K. ഓക്കെ. ഹൗ മച്ച് യു ഹാവ് ഇൻവെസ്റ്റഡ് ഫസ്റ്റത്തെ ഇതില്? ഫസ്റ്റ് സീസണില് ഇനീഷ്യലി എന്റെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ടോക്കൺ അഡ്വാൻസ് ഫോർ ദ ഹോൾ. അവിടെ അത് സെക്യൂർ ചെയ്താലേ പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ലൊക്കേഷനിലാണ് പരിപാടി എന്ന് അറിയണം. അപ്പോ ടോക്കനായിട്ട് ഐ ജസ്റ്റ് ഇൻവെസ്റ്റഡ് 10,000. റിട്ടേൺസ് ഫസ്റ്റ് സീസൺ അതെനിക്ക് പറയാനില്ല. സാധനമേ ഇല്ല. സർവൈവിങ്. അത് കമ്പയർ ചെയ്ത് നെക്സ്റ്റ് സീസൺ അങ്ങനെ പറഞ്ഞു. നെക്സ്റ്റ് സീസൺ ഞാൻ പറഞ്ഞല്ലോ അക്കൗണ്ട്സ് പക്കാണ്, നമുക്ക് എത്ര ടേൺ ഓവർ വരും നമുക്ക് ഐഡിയ ഉണ്ട്. പിന്നെ നോ നെഗോഷിയേഷൻസ്. ലാസ്റ്റ് ടൈം നമുക്ക് നെഗോഷിയേഷൻസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു പ്രൈസില് കാര്യങ്ങള്. പിന്നെ ലാസ്റ്റ് ടൈം ഐ തിങ്ക് കുറെ നമുക്ക് അറിയുന്നവരുണ്ടായിരുന്നു ഇവന്റ് സ്റ്റോൾ വെൻഡേഴ്സ് ആയിട്ട്. സീസൺ 2 നമ്മൾ പക്കായിരുന്നു, കാരണം വി ഹാവ് പ്രൂഫ് നമ്മൾ എന്താ ഡെലിവർ ചെയ്യാൻ പോണെന്ന്. പോർട്ട്ഫോളിയോ ബിൽഡ്. അതുകൊണ്ട് ഒരു രീതിയിലും നമ്മള് ഓവർ അല്ല ലൈക്ക് ഓവർ എക്സ്പ്ലനേഷനിൽ നിന്നിട്ടില്ല. ആവശ്യം വന്നില്ല. അപ്പൊ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് 34 ബുക്കിംഗ്, ഹോൾ ബുക്കിംഗ് എല്ലാം. റിട്ടേൺസ് 5 times ഫ്രം ദ ലാസ്റ്റ്. ലാസ്റ്റിൽ ഇനി റിട്ടേൺസ് ഇല്ലല്ലോ. ഓക്കെ. 13 5 times. ഞാൻ അത് നെറ്റ് പ്രോഫിറ്റ് അല്ല, ടോട്ടൽ റിട്ടേൺസ്. turnover around 6 to 7 lakhs. 7 lakhs. So you generated 6 to 7 lakhs from 30,000 in 2 days. Yeah. And profit? അത് പറയാം. Why not? ആൾക്കാർ ഇൻസ്പയർ ആവട്ടെ. But it's fine. Like ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല ഇത്, കാരണം ഇതിന്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് ഉണ്ട് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അത് കഷ്ടപ്പെടുന്നതിനുള്ളതാണ് ആക്ച്വലി പ്രോഫിറ്റ്. സോ പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. I got returns 5 times extra. 5 times? Multiple. Invest ചെയ്തതിന്റെ 5 times. It's more than a lakh. ഇതിനെ എതിർക്കുന്ന ആൾക്കാർ കേട്ടോ, she made more than a lakh in 2 days. അല്ലേ? 2 days അല്ല, 2 months പറയണം. 2 months of struggle. Okay. 2 months of struggle for 2 days event. പക്ഷെ അതെ 2 months ആണ് അത് കൗണ്ട് ചെയ്യുക. ഫസ്റ്റ് ഇവന്റ് നടത്തി. ഈ ഫസ്റ്റ് ഇവന്റ് നടത്തിയതിൽ ഹൗ ഹാർഡ് ഇറ്റ് വാസ് ടു കൺവിൻസ് പീപ്പിൾ വിതൗട്ട് എ പോർട്ട്ഫോളിയോ. കാരണം നിങ്ങൾക്ക് യു ഹാവ് നോ ട്രേസസ്, ട്രാക്കില്ല, ട്രേസ് ഇല്ല, എവിടെ ഒരു കൂടെ പോലും ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇന്നൊരു പരിപാടി നമ്മൾ നടത്തിയിട്ടുണ്ട് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ അടുത്തൊരു സാധനമില്ല. ഹൗ യു ഗെറ്റ് ടു കൺവിൻസ് പീപ്പിൾ? കൺവിൻസ് ചെയ്യാനായിരുന്നു ഏറ്റവും പണി ഇനീഷ്യൽ പീരീഡില്. കാരണം വൈ ഷുഡ് ദീസ് ബ്രാൻഡ്സ് ട്രസ്റ്റ് അസ്? നമ്മളെ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മൾ തന്നെ പരിപാടി നടക്കുമല്ലേന്ന് ഐ ഹാവ് ദിസ് കോൺഫിഡൻസ്. പക്ഷേ പീപ്പിൾ വർ ലൈക്ക്, നമ്മൾ പറയുന്ന ആ കോൺഫിഡൻസ് എക്സിക്യൂഷനിൽ ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവർ ഇത്രയും സ്റ്റോള് ആവോ, പരിപാടി സക്സസ് ആവോ എന്നുള്ള ഡൗട്ട് കൊണ്ട് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് ഒരു ക്ലയന്റിന് തന്നെ നമുക്ക് കുറെ ടൈം എടുക്കും കൺവേർട്ട് ചെയ്യാൻ. അപ്പൊ അത് ഭയങ്കര ഏറ്റവും ബുദ്ധിമുട്ടിയ സ്റ്റേജ് എന്തിനല്ലേ? എന്തേലും ഒരു സ്പെസിഫിക് ഇൻസിഡന്റ്? ഒരു ക്ലയന്റ് she didn't book. She showed up. ബുക്ക് ചെയ്യാതെ വന്നു. അതെ, എൻക്വയറി എടുത്തിട്ട് നേരെ സ്റ്റോൾ ആയിട്ട് വന്നു. സോ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. എന്താക്കി എന്നിട്ട്? Like I was helpless. First of all, my brain was not working. ഞാനിങ്ങനെ ഓടി നടക്കാണ്. ഐ എം സ്റ്റിൽ ഫിഗറിങ് ഔട്ട് എന്തൊക്കെ ചെയ്യണം. പെട്ടെന്ന് എന്നെ വിളിച്ചു, ഇങ്ങനെ ഒരു ക്ലയന്റ് വന്നേക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മള് പറഞ്ഞാണല്ലോ സ്ഥലം ഇല്ലാന്ന്. She was like, we have already told your team member. And I was like, നമ്മൾ ഓൾറെഡി ഇല്ലാന്ന് പറഞ്ഞതാ. How can you say that? നമ്മൾ എത്ര ട്രാവൽ ചെയ്തിട്ടാ വരുന്നത്, എത്ര ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു അഡ്വാൻസ് ചെയ്യാതെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാതെ നമ്മൾ ബുക്കിങ്സ് എടുക്കൂല. സോ അവരവരെ എവിടുന്ന് വരുന്നു ഐ ഡോണ്ട് റിമെമ്പർ, കുറച്ച് ദൂരം. ഓർക്കാൻ പോലെ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അത് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു, ഭയങ്കര നെഗോഷിയേഷൻ ആയിരുന്നു. ലൈക്ക് ദേ വാണ്ട് ദ സ്റ്റോൾ ബട്ട് ദേ ആർ നോട്ട് റെഡി ഫോർ ദ ഫുൾ പേയ്മെന്റ് ആൻഡ് സ്റ്റഫ്. അത് ഭയങ്കര പ്രശ്നം. എങ്ങനെ ഫിഗർ ഔട്ട് ചെയ്ത് നിങ്ങള്? ഐ ജസ്റ്റ് അവര് വർത്തമാനത്തിന് ഒത്തു നിന്നൊടുത്ത്, ബിക്കോസ് ഐ വാസ് ഹെൽപ്ലെസ്. അന്നേരം അതേ ഓപ്ഷൻ ഉള്ള അന്ന് അതേ ഓപ്ഷൻ ഉള്ളായിരുന്നു. സോ ഞാൻ ഓവർ ആർഗ്യുമെന്റ് നിന്നില്ല. ലെറ്റ് ഷീ ഡു വാട്ട് എവർ എന്നുള്ള ലെവലില്. ദേഷ്യം വന്നോ? ഓഫ് കോഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മള് അത്രയും ഓടി നടക്കുന്ന ടൈമില് പേയ്മെന്റ് വരെ അടിക്കാതെ ഒരാൾ വന്നിട്ട് നമ്മളോട് ചൂടാവുമ്പോ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. കാരണം അത്രയും നമ്മള് സോർട്ട് ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഒരു ക്ലയന്റ് വന്ന് ഇഷ്യൂ ഉണ്ടാക്കുമ്പോ ലൈക്ക് ഫ്രം ഹെർ സൈഡ് ഇറ്റ്സ് ബാഡ്, കാണുന്നവർക്കും. സോ നല്ല സ്ട്രെസ്ഡ്. Okay. What was the worst experience you have faced in this business? The worst? ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും. ഇന്ന് ഉള്ള ഞാനായിരിക്കില്ല നാളെ ബിസിനസ് ചെയ്യുമ്പോൾ. ഓഫ് കോഴ്സ്. കാരണം ഇവൻ ദോ ഫ്ലീ മാർക്കറ്റ് ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രണ്ടു ദിവസം ആലോചിക്കുമ്പോ നല്ലതാണ്, പക്ഷെ അവിടേക്ക് എത്താനുള്ള ഭയങ്കര, കാരണം എല്ലാം ഫിഗർ ഔട്ട് ചെയ്യണം. എസ്പെഷ്യലി ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ എന്തേ ഒന്നില് മാസ്റ്റർ ആയിട്ട് കാര്യമില്ല. ലെറ്റ്സ് സേ ഐ നോ അക്കൗണ്ട്സ് മാത്രം അറിഞ്ഞാൽ എനിക്ക് അവിടെ എന്റെ വർക്ക് കഴിയില്ല. എനിക്ക് എന്റെ ടീമിനെ ലീഡ് ചെയ്യണമെങ്കിൽ എല്ലാ നോളജും വേണം. അപ്പൊ അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. എല്ലാവരും ഒരു രീതിയിൽ ലീഡ് ചെയ്യാന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ വർക്ക് ഉണ്ടാവും, അറ്റ് ദ സെയിം ടൈം എന്റെ ടീമിനെ എനിക്ക് നോക്കണം, അവരെ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വർക്ക് അസൈൻ ചെയ്യണം. അത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ട്. ഇടയ്ക്ക് ഇതൊന്നും വേണ്ട, പണ്ടാരം നിർത്തിപ്പോയാലോ എന്ന് വരെ ആലോചിച്ചില്ല. ശരിക്കും വൈ ഞാനൊരു ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വൈ പീപ്പിൾ ചൂസ് 9 to 5 ജസ്റ്റ് an employee. പക്ഷെ അത് റിസൾട്ട്സ് ആർ സംതിങ് ദാറ്റ് നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ ഫൊർഗെറ്റ് ചെയ്യും. അതുവരെ ഫുള്ളി നമ്മൾ മറന്നു പോകും. അതിന്റെ റിസൾട്ട്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റോൾ വെൻഡേഴ്സിന്റെ റിവ്യൂ കേൾക്കുമ്പോൾ ഇത്രയും എഫേർട്ട് വോർത്തേനും തോന്നും. എന്തായിരുന്നു വാട്ട് വാസ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ് യു എവർ റിസീവ്ഡ്? ഞാൻ ആസ് യൂഷ്വൽ പരിപാടിക്ക് ഇങ്ങനെ നടക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ ഒക്കെ റെഡി ആണോ നോക്കി. സോ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. 2 സീസണിലും ഞാൻ അങ്ങനെ പക്ക എൻജോയ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇവന്റ്സിൽ യൂഷ്വലി ഗേൾസ് ആണ് ഉണ്ടാവുക, വുമൺ ഓൺടർപ്രണേഴ്സ് ആണ് സ്റ്റാൾ ഇടുക. അപ്പൊ എത്രയായാലും വുമൺലി സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ഐ നെവർ ഹാഡ് എ ചാൻസ് ടു ആക്ച്വലി ലുക്ക് അറ്റ് എവറി സ്റ്റോൾ. അത്രയും ബിസി ആയിരിക്കും. അപ്പൊ അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ലൈക്ക് ഇതെല്ലാം നിങ്ങൾ ചോദിച്ചേ ഡൈവേർട്ട് ആയില്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് റിലാക്സ് ചെയ്യാനൊരു ടൈം കിട്ടില്ല. ഞാൻ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ഐ തിങ്ക് ഇറ്റ് വാസ് Day 2 അബാദിയ സീസൺ 2 ഞാൻ രാവിലെ വന്ന് ഞാനിങ്ങനെ അക്കൗണ്ട്സ് ഒക്കെ ഒന്ന് കുറച്ച് ക്ലിയർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോൾ വെൻഡർ എമി ഓടി വന്ന് ഷീ ഗേവ് മീ ഷേക്ക് ഹാൻഡ്. സീസൺ 3 ഫസ്റ്റ് സ്റ്റോൾ എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വാസ് ലൈക്ക് ഓ സീസൺ 2 തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നുള്ളൂ, പണി തീർന്നിട്ടില്ല. ആൻഡ് ഷി വാസ് ലൈക്ക് എന്തായാലും ഫസ്റ്റ് സ്റ്റോൾ എനിക്ക് തന്നെ വേണം. ഐ ഫെൽ സോ ഹാപ്പി. ഇത് വേറെ ആള്. സീസൺ ലൈക്ക് Day 1 ഇതുമാതിരി എക്സോസ്റ്റ് ആയി ഞാൻ വീട്ടിൽ പോവാൻ നിൽക്കുക. ഞാൻ ഇങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോ ഒരു ലേഡി കെയിം റണ്ണിങ് ആൻഡ് ഷീ ഹഗ്ഡ് മീ ആൻഡ് സെഡ് നമ്മൾ എക്സ്പെക്ടേഷൻസിനെക്കാൾ അടിപൊളി ഇവന്റ് ആയിരുന്നു, ഇത്ര അടിപൊളി സർവീസ് ആയിരുന്നു. അന്നേരമാണ് നമുക്ക് മനസ്സിലാവുക നമ്മളെ കഷ്ടപ്പാടിന്റെ എത്രയും നേരം കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വേർത്തൊക്കെ അല്ലേ. സത്യം. What was the worst thing like compliment? Worst compliment? ആരെങ്കിലും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തേലും ഭയങ്കര അലമ്പാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ഞാൻ ഫേസ് ചെയ്തില്ല. കാരണം എന്നെ കൊണ്ട് പറ്റണ ഒരു പെർഫെക്ഷനിസം നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് സീസൺ 2. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഒന്നുമില്ല. സീസൺ 1 വാസ് ലൈക്ക് AC-ന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ലൈക്ക് കൂളിംഗ് ഇഷ്യൂസ്. അത് കുറച്ചൊരു ഇഷ്യൂ ആയി. ഇപ്പം എമിന, യു ആർ ഓൺലി 18 when you are planning all this.
ആൻഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കൊന്ന് എത്താനുള്ള ഒരു അക്കോർഡിംഗ് ടു നോർമൽ പീപ്പിൾ 18-17 എന്നൊക്കെ പറയുന്നത് ആക്ച്വലി സ്റ്റിൽ യങ്, അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റിൽ എ കിഡ് എന്ന് പറഞ്ഞ കാണുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ യു ഹാവ് ലെഡ് എ ടീം, യു ഹാവ് ലീഡ് ദം, യു എന്താ പറയുക ഒരു പരിപാടി നടത്തി അത് കോൺഫ്ലിക്ട്സ് ഒന്നും ഇല്ലാതെ വിജയിപ്പിച്ച്. സോ ഏജ് ആക്ച്വലി മാറ്റേഴ്സ്. ഐ തിങ്ക് ഹൗ ഹാർഡ് ഇറ്റ് വാസ് ടു കീപ് ദ പീപ്പിൾ അറൗണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാരെ മാനേജ് ചെയ്യാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും നമ്മൾ ഫെയിൽ ആയി പോകുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയത് പീപ്പിൾ മാനേജ്മെന്റ്, ഇമോഷണൽ മാനേജ്മെന്റ്. ഓരോരുത്തർ ഓരോ റോളർ കോസ്റ്ററിലേക്ക് ഉണ്ടാവുക. ഫ്രം ഓരോ വീട്ടിൽ നിന്ന്, ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഭാര്യന്റെ അങ്ങനെ. ചില ആൾക്കാർ ഭാര്യന്റെ അടുത്ത് നിന്ന് കിട്ടുന്നൊക്കെ ഇവിടെ വന്ന് തീർക്കും. നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അങ്ങനത്തെ ആൾക്കാർ ഞാൻ ഡീൽ ചെയ്യുന്നതുകൊണ്ട് അതിനോ. അപ്പൊ എനിക്ക് ഏറ്റവും ബിസിനസ്സിൽ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടായിട്ട് തോന്നിയത് പൈസ ഇറക്കാനോ അല്ലെങ്കിൽ ഒന്നുമല്ല, ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളതാ. ഹൗ ഹാർഡ് ഇറ്റ് വാസ് ഫോർ യു, ഫോർ യു? വെൻഡേഴ്സിനെ ഡീൽ ചെയ്യാനാണോ ടീമിനെ ഡീൽ ചെയ്യാനാണോ? എനിവൺ. ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഓരോ പുഷ് ചെയ്യും ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നെ പുഷ് ചെയ്യാൻ ഒരാളും ഇല്ല മുകളില്. അത് ഭയങ്കര അത് ഞാൻ എടുക്കുക ഞാൻ വിചാരിക്കും എന്റെ മുകളിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടി, കാരണം ഡെയിലി മോട്ടിവേഷൻ ഇങ്ങനെ സ്റ്റേബിൾ ആയി പോയിക്കൊള്ളണമെന്നില്ല. അത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യും ആ ഒരു ലീഡർഷിപ്പ് കാര്യം. ഇനിയിപ്പം സ്റ്റോൾ വെൻഡേഴ്സിന്റെ കാര്യമാണെങ്കിലും ഇറ്റ് വാസ് ഹാർഡ്. ഇനീഷ്യൽ പീരീഡ് നല്ല ഹാർഡായിരുന്നു. കാരണം എങ്ങനെ എന്ത് പറയുമ്പോഴാണ് ലൈക്ക് അവിടെ ഇവിടെ തട്ടാതെ പറയാൻ പറ്റും. അതെ, നമുക്ക് കാര്യം പറയുകയും വേണം, പക്ഷെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ വേദനിപ്പിക്കാതെ പറയുകയും വേണം. അത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സീസൺ 2 ഐ ജസ്റ്റ് ലേൺഡ് എവറിത്തിങ്. കുറെ മിസ്റ്റേക്സ് പഠിച്ചുകൊണ്ട് അത് കുറച്ചുകൂടി എളുപ്പമായി സീസൺ 2 ആയിട്ട്. ഓക്കെ, നമ്മള് എങ്ങനെ നടത്തി, എങ്ങനെയായിരുന്നു സീസൺ 1 ആൻഡ് സീസൺ 2 ഇതൊക്കെ പറഞ്ഞേ. ബിസിനസ് ചെയ്യുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യുന്ന വാല്യൂസ്, എത്തിക്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തർക്ക് ദാറ്റ് വിൽ ബി ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. സോ അങ്ങനെ എങ്ങനെ കീപ്പ് ചെയ്യുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? വാട്ട് ഓൾ വാല്യൂസ് യു കീപ്പ് പീപ്പിളിൻ്റെ ആൾക്കാരുടെ അടുത്ത്? വാട്ട് ഓൾ ബൗണ്ടറീസ് യു കീപ്പ്? എത്തിക്കൽ സൈഡ്, can you talk about it? ടൈം മാനേജ്മെന്റ് ഫസ്റ്റ്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും അത് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര പക്ക ടൈം പങ്ക്ച്വാലിറ്റി ബിസിനസ് കേസ് കേട്ടോ. ലൈക്ക് എനിക്ക് റിപ്ലൈ കിട്ടേണ്ട ടൈമിൽ കിട്ടണം, ഇല്ല ഞാൻ ചൂടാവും. കാരണം ബിസിനസ് വൈസ് ഞാൻ ഭയങ്കര പക്ക. എനിക്ക് കിട്ടേണ്ട ഔട്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടണം, ഞാൻ വിചാരിച്ച ഔട്ട് തന്നെ ആവണം. അതെന്റെ ഒരു സൈഡ് അങ്ങനെയാണ്. വാട്ട് വാല്യൂസ്, ലൈക്ക് നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്യാണെങ്കിലും അതിൽ നമ്മൾ ഇന്ന സാധനങ്ങൾ ആഗ്രഹിക്കാന്നറിയില്ലേ? ഇപ്പം വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും, ഫ്രം ദ ചൈൽഡ്ഹുഡ് നമ്മൾ കാണുന്ന സാധനങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം പിന്നെ റിലീജിയസ്ലി നമ്മൾ കീപ്പ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ വാല്യൂസ് എന്താണ്? എക്സാമ്പിൾ ലൈക്ക് ഇപ്പം ഞാൻ ഐ ഓൾവേസ് കീപ്പ് എ ബൗണ്ടറി വിത്ത് ലേഡീസ്. റിലീജിയസ്ലി നോക്കുകയാണെങ്കിലും ബട്ട് അത് കുറച്ച് സേഫും ആണ്. റിലീജിയസ്ലി മാത്രമല്ല, അതാണ് ഏറ്റവും സേഫ്. അത് എന്റെ കോർ വാല്യൂയിൽ പെട്ട സാധനമാണത്. അങ്ങനത്തെ സാധനങ്ങൾ ബൗണ്ടറീസ്, വാല്യൂസ്, ലൈക്ക് എത്തിക്കൽ സൈഡാണ് അതൊക്കെ. എന്നെ കുറിച്ചല്ലേ പറയണ്ടേ? എന്നെ കുറിച്ച്, എന്റെ പേഴ്സണൽ സാധനം. ഞാൻ ബൗണ്ടറീസ് ഭയങ്കര പക്കാണ്. ഇപ്പൊ ഒരാളെ ലൈക്ക് ബാഡ് തോന്നിയ, നെഗറ്റീവ് എനർജി തോന്നിയ പിന്നെ ഞാൻ കണക്ഷനേ വിടും. ഐ ജസ്റ്റ് ഹേറ്റ് ഇറ്റ്. ഞാൻ ഭയങ്കര സെൽഫ് റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്റെ എനർജി എവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ആ കാര്യത്തിൽ വക്കാണ്. പക്ഷെ അതെന്റെ ഫാമിലിക്ക് വലിയ ഓക്കെ ആയിരിക്കില്ല, ഓഫ്കോഴ്സ്. അപ്പൊ അതൊരു മെയിൻ സംഭവമാണ്.
പിന്നെ എല്ലാവരെയായിട്ട് സോഷ്യലൈസ് ചെയ്യാനും താല്പര്യമില്ലാത്ത ആളാണ്. താല്പര്യമില്ലാത്ത ആളാണ്. ഡിപ്പെൻസ് ഓൺ ദ സർക്കിൾ. അപ്പൊ ചിലപ്പോ ഞാൻ എക്സ്ട്രോവേർട്ട് ആയിരിക്കും, ചിലപ്പോ ഞാൻ ഇൻട്രോവേർട്ട് ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. ഓക്കെ. നമ്മുടെ നാട്ടിലെ ഗേൾസ് സ്പെഷ്യലി ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി ഒരുപാട് ബാരിയേഴ്സ് ആയിരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ആലോചിക്കുമ്പോൾ. ഫ്രം ഫാമിലി, ഫ്രം ഫ്രണ്ട്സ്, ഫ്രം സോ കോൾഡ് നാട്ടുകാർ, എന്താ പറയുക, ഭയങ്കര ബൗണ്ടറീസ് ആയിരിക്കും. അപ്പം ഒരു ഗേൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടാൽ എല്ലാവരും വിചാരിക്കുക എന്താ വെച്ചാൽ ഷീ ഹാവ് ഓൾ ദി പ്രിവിലേജസ്. പിന്നെ ഈ അബാദിയെ പുൾ ഓഫ് ചെയ്യുമ്പോൾ എല്ലാവരും പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ യു ഹാവ് ഓൾ ദി പ്രിവിലേജസ്, അതുകൊണ്ടാണ് എനിക്ക് പറ്റിയെന്ന് വിചാരിക്കും. അങ്ങനെയല്ലാതെ നമുക്കിപ്പോൾ മനസ്സിലായി. സോ അങ്ങനത്തെ കുട്ടികളോട് എസ്പെഷ്യലി ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയാൻ കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് പിന്നെയും കുറച്ചുകൂടെ ഗേൾസിനെ എന്താ പറയാ ബാക്ക് ഓഫ് ചെയ്യിപ്പിക്കുന്ന സാധനം ഉള്ളത്. അങ്ങനത്തെ ആൾക്കാരോടും അല്ലാത്ത എല്ലാ മുസ്ലിം, ഹിന്ദു, വാട്ട് എവർ, അങ്ങനത്തെ എന്താ പറയാ പുറത്തേക്ക് വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റാത്ത ആൾക്കാരുടെ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം. കോൺഫിഡൻറ്റ് ഇനഫ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും, ഉള്ളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യും. റിസൾട്ട്സ് കാണുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിലും അതെ, ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ദേ ആർ നോട്ട് ഓക്കെ. പക്ഷെ അത് ഫുൾ ഓഫ് ചെയ്ത് അതിൽ റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ അത് എത്ര വലിയ പ്രിവിലേജ് ഉള്ള വീട് ലൈക്ക് ഹൗസ് ഹോൾഡ് ആണെങ്കിലും ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓക്കെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളായിരിക്കും ഉപ്പ. ആദ്യം പറഞ്ഞ ആൾ ഉപ്പനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഉപ്പനെ. ഉപ്പ എപ്പോഴാണ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതുകൂടി പറയും. ഒക്കെ വരാൻ തുടങ്ങിയപ്പോ ഈ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയോ? ഇല്ല, പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ആരെയും സപ്പോർട്ട് ചെയ്തു? ആർക്കും അറിയില്ലല്ലോ. പുറത്തുനിന്ന് ആരേലും? ഉപ്പന്റെ ഫ്രണ്ട്. സീസൺ 2 അത് കുഴപ്പമില്ല, ഏത് ഇതിലാണേലും. പുറത്തുനിന്ന് പറയുമ്പോ ഒരു കമ്പനീന്റെ എം ഡിനെ ഞാൻ കാണാൻ പോയി. ഇപ്പൊ എന്റെ അറിയുന്ന ഒരാളാ. സോ ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ പോയി കാണണം എന്ന് പറഞ്ഞ്. ഞാൻ പോയി കണ്ട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോ ഹീസ് സോ ഇൻട്രസ്റ്റഡ്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണ്, എന്താ ഇതിന്റെ ഒരു ഐഡിയോളജി, എന്താ ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ കുറച്ചേരം സംസാരിച്ച്. അപ്പൊ ഇങ്ങനെ ആളെനിക്ക് കുറെ അഡ്വൈസ് തന്നു. ഒരു 5 years ago നമ്മളും ഇതുപോലെ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി റേസ് ചെയ്ത് കൊണ്ടുവന്നത്. അന്ന് എൻ്റെ ടീം എന്ന് പറയാൻ അതുപോലെ എനിക്ക് 2 brothers ആയിരുന്നു. അങ്ങനെ ഇനീഷ്യൽ പീരീഡിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഫയർ ഇൻ യു. നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇവിടെ. ഹ്യൂജ് ബിസിനസ് ടേൺ ഓവറിലുള്ള ഒരു കമ്പനി ആയിട്ട് നിൽക്കുന്നതൊക്കെ പറഞ്ഞു. എന്നോട് ഇങ്ങനെ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യണം, എന്തായാലും നെറ്റ്വർക്കിംഗ് ഒക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ കുറെ റെഫർ ചെയ്ത് പറഞ്ഞ് ലൈക്ക് ഇപ്പം ഇന്ത്യയിൽ നടക്കുന്നതും ദുബായിൽ നടക്കുന്ന ട്രേഡ് എക്സ്പോസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. ക്രാക്കൗണ്ട് നിർത്തരുതല്ലേ? ഞാൻ ക്രാക്കായി, കുറച്ച് ബ്രേക്കായി. നോ പ്രോബ്ലം. കണ്ടിന്യൂ ചെയ്യണം, ഗിവ് അപ്പ് ചെയ്യരുത്. ഐ ക്യാൻ ഫീൽ ദാറ്റ് ഓൺടർപ്രണർ ഇൻ യു. അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു കാലിക്കറ്റിൽ ഇങ്ങനെ ഒതുങ്ങണ്ട, യു ക്യാൻ എക്സ്പ്ലോർ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യണം, ഇന്ത്യ ആയാലും അബ്രോഡ് ആയാലും ഒക്കെ. അപ്പൊ ഐ ഫെൽ സോ ഗുഡ്. ലൈക്ക് അത്രയും ഹ്യൂജ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ എനിക്ക് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായി തോന്നി. ഓക്കെ, ഇനി കുറച്ച് ഔട്ട് ഓഫ് ദി ബോക്സ് സാധനങ്ങൾ വയ്ക്കാം. നിങ്ങളെ ഡെയിലി റൊട്ടീനെ ഈ ബിസിനസ് ബാധിച്ചിട്ടുണ്ടോ? ഒന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ഫുള്ളി ബിസിനസ്സിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. എൻ്റെതായ വർക്ക് നടക്കൂല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തെന്ന് വെച്ചാൽ ഐ റൈറ്റ് ടു ഡു ലിസ്റ്റ് എവറി ഡേ. എന്തൊക്കെ ചെയ്യാണ്ട്
പക്ഷെ എന്തെങ്കിലും ഒരു വർക്കിലേക്ക് ഇരിക്കുമ്പോഴായിരിക്കും വേറെ എന്തൊക്കെയോ ഓർമ്മാവുക, അതിലേക്ക് പോകും. ഇങ്ങനെ ഡൈവേർട്ടായി ഒരു പണിയും കംപ്ലീറ്റ് ആവില്ല. പിന്നെ സ്റ്റഡീസിന്റെ കൂടെ ഇത് കൊണ്ടുപോകാൻ അറിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കോൾ നമ്പർ തന്നെയാണ് ഇത് സ്റ്റോൾ എൻക്വയറിക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റോൾ എൻക്വയറി കോൾസ് ഇങ്ങനെ വരും ക്ലാസ്സിലിരിക്കുമ്പോൾ, എടുക്കാൻ കഴിയില്ല, ക്ലാസ്സിലും ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, ഒരിക്കൽ റിപ്ലൈയും കൊടുക്കണം. ഞാൻ എല്ലാം ഇങ്ങനെ റിമൈൻഡർ ആക്കിയിടും, ബ്രേക്കിന് തിരിച്ചു കോൾ ചെയ്യും. ഒന്നുമില്ല. പഠിക്കുന്ന പ്ലസ് വൺ ഏത് ക്ലാസ്? അല്ല, ഞാൻ ഈ സീസൺ ആണ്. ലാസ്റ്റ് ഇയർ ഞാൻ ബ്രേക്ക് ലൈക്ക് വെക്കേഷൻ ടൈം ആയിരുന്നു ചെയ്തത്. അപ്പൊ അന്നെനിക്ക് വലിയ പ്രശ്നമില്ലേനു, കുറച്ചും കൂടി കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സീസൺ 2 സ്റ്റഡീസ് രണ്ടും ഇല്ലാത്ത അവസ്ഥയിലും നൈറ്റ് ആണ് വർക്ക് ഫുള്ള് ചെയ്യാ. ഉറക്ക് ഇതിനൊക്കെ ബാധിക്കില്ലേ? ഉറങ്ങാനില്ല, പിറ്റേ ദിവസം ക്ലാസ്സും ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ. സ്ട്രെസ് ഉണ്ടായിനോ? എന്തോന്നോ, ഓരോ ദിവസം കഴിയുമ്പോ ഇങ്ങനെ കൗണ്ട് ചെയ്യും, കാലണ്ടർ നോക്കൂ, ഇത്ര ദിവസമുള്ളൂ ഇവന്റിന്. ഡെയിലി റൊട്ടീനെ ബിസിനസ് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. കാരണം കുറച്ചധികം ഫോക്കസ് കൊടുക്കേണ്ട സാധനം ഫ്ലീ മാർക്കറ്റ്. കാരണം ഡെയിലി നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം മാർക്കറ്റിംഗ് ആയാലും ഇന്ന വീഡിയോ ഇന്ന ഡേ ഔട്ട് ആവണം, ഒരു വീക്ക്ലി കാലണ്ടർ ഉണ്ടാവും ഔട്ട് ആവേണ്ട കാര്യങ്ങളൊക്കെ. അത് പക്കാ പോയിട്ടില്ലെങ്കിൽ ഭയങ്കര ലാഗാവും. അതിന്റെ സൈഡിൽ നിന്ന് എനിക്ക് എപ്പോഴും പക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടായി. Okay, that one thing you always want to do, interested ആയിട്ടുള്ള ഒരു കാര്യം, but you have to push yourself doing it. എന്താ? ഞാൻ എന്തിനാ ആൻസർ ചെയ്തേ കഴിഞ്ഞ ഓർമ്മയില്ല. One thing I want to do. ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്, അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സറൗണ്ടിങ്സ് എന്നുള്ള നെഗറ്റീവ് എനർജി കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഇൻസെക്യൂരിറ്റീസ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ട്രാവലിംഗ് ഇഷ്ടമാണ്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആസ് എ ഗേൾ ബൗണ്ടറീസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെ സ്പീക്കിംഗ് ഈ ഒരു കാര്യം മനസ്സിലാക്കണം, ഏകദേശം 1 മണിക്കൂറോളം ക്യാമറയുടെ ഉള്ളിൽ നിന്ന് സംസാരിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതൊരു ഭയങ്കര ഇൻസെക്യൂരിറ്റി, ഫിയർ ഉള്ള കാര്യം. ശരിക്കും ഒരുപാട് ടൈം എടുത്ത് നമ്മളൊരു പോഡ്കാസ്റ്റ് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നത് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ നിങ്ങളെ പോഡ്കാസ്റ്റിനെ വിളിച്ചേരോ, ഐ വാസ് നോട്ട് ഷുവർ. ഞാനൊരു നോ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. അന്ന് തന്നെ വിളിക്കുമ്പോൾ പറഞ്ഞ് വിളിക്കാണ്, എന്താണേലും കുഴപ്പമില്ല, ഇഫ് ഇറ്റ്സ് നോ ഓർ യെസ് എന്താണേലും കുഴപ്പമില്ല, ഐ റെസ്പെക്ട് കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങളൊരു ലൈക്ക് ഒരു 2 മൈൻഡിലാന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, യു വാണ്ട് ഇറ്റ് ബാഡ്ലി, ബട്ട് ഈ ഒരു സാധനങ്ങളോട് ബാക്ക് ഓഫ് ചെയ്യാന്നുള്ളത്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞ് ഈ പോഡ്കാസ്റ്റ് കഴിഞ്ഞ് ഇവിടെ എങ്ങനെ ഇരിക്കും? ഹൗ യു ഫീൽ? വാട്ട് യു ഫീൽ? മച്ച് ബെറ്റർ. എന്റെ തലയിലുള്ള ക്ലൗഡ് അല്ല, മനസ്സിലായി. 1 മണിക്കൂർ മുന്നേ ഇവിടെ ഇരുന്ന എമിനല്ല, 1 മണിക്കൂർ മുന്നേ ഇവിടെ ഇരുന്ന എമിനല്ല ഇപ്പൊ ഇരിക്കുന്നത്. എന്തൊക്കെ ലൈക്ക് എന്താ പറയാ, എന്തായിരുന്നു ആ സാധനം ഇതിന് ബാക്ക് ഓഫ് ചെയ്യാനുള്ള? ക്യാമറ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മെയിനായിട്ട്. പിന്നെ ഫോട്ടോസ് അതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഭയങ്കര അതില് ഇൻസെക്യൂരിറ്റി ആണോ വെച്ചാണ്, ബട്ട് എനിക്ക് ഇഷ്ടമില്ല ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാ. പിന്നെ എന്തിനാ വന്നത് ലൈക്ക് ഈ ഡിസിഷൻ? എന്തിനു വേണ്ടിട്ടാ? ഐ ലവ് ദ ഐഡിയ ഓഫ് സ്പീക്കിംഗ്. ഇതുപോലെ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയാൻ എനിക്കിഷ്ടം. അപ്പൊ ഐ തോട്ട് വൈ നോട്ട് ടേക്ക് എ സ്റ്റെപ്പ്. So you took. Yeah. ഇപ്പൊ എന്താ തോന്നുന്നത്? Nice decision. Okay. Kuttichara. Tell me about Kuttichara. What is Kuttichara for you? What is Kuttichara people for you? According to you, what is Kuttichara? Something very close to my heart. Even though like kore negative side ഉണ്ടെങ്കിലും I love being a കുറ്റിച്ചിറക്കാരി. കാരണം അവിടുത്തെ കൾച്ചറും കാര്യമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പാർട്ട് ഫ്രം ദിസ്
ഫ്രീഡം ഇല്ലായ്മ ചില കാര്യത്തിലും അതൊക്കെ നാട്ടുകാർ മൊത്തം ഇടപെടും ഒരാളെ കാര്യം വന്നാല്? എങ്ങനെ ഒരാളെന്തെങ്കിലും പ്രശ്നം വന്നാൽ നാട്ടുകാർ മൊത്തം ഇടപെടും? ആ, അങ്ങനെ ആയിരുന്നു ഐ ഗസ് പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഐ തിങ്ക് കുറേ മാറി. ഇപ്പത്തെ കുറ്റിച്ചിറ പണ്ടത്തെ കുറ്റിച്ചിറ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. കുറ്റിച്ചിറയിലുള്ള ഗേൾസ് ആയിക്കോട്ടെ ഒക്കെ ദേ ആർ ഗെറ്റിംഗ് ദിസ് എക്സ്പോഷർ. ഇപ്പൊ ബിസിനസ് വൈസ് ആയാലും സ്റ്റഡീസ് ആയാലും. കല്യാണത്തിന്റെ കാര്യം എനിക്കൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു കുറ്റിച്ചിറന്ന്. അവിടെ റിജക്റ്റഡ് ഓൺലി സേയിങ് ദിസ്, ഞാൻ കുറ്റിച്ചിറക്കാരനല്ല. അപ്പൊ എനിക്ക് ആ സാധനം പറയുമ്പോ ഇങ്ങനെ പക്ഷേ ഫൈൻ. അതെന്തുകൊണ്ടാ അങ്ങനെ കുറ്റിച്ചിറക്കാര് പുറത്തുനിന്ന് ഒരാളെ കല്യാണം കഴിക്കൂല എന്ന് പറയുന്നത്? ഇറ്റ്സ് ബിക്കോസ് നമ്മളെ കൾച്ചറും കാര്യവും പുറത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് യൂസ് ടു ആയിക്കൊള്ളുന്നില്ല. ബിക്കോസ് ഇതൊക്കെ പോഡ്കാസ്റ്റിൽ വരും. ഇറ്റ്സ് ഫൈൻ. ഓക്കെ, വരാതെ പിന്നെ എല്ലാം വരും. പറഞ്ഞോ. കുറ്റിച്ചിറയില് ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ കേസ് ആണെങ്കിലും കുറ്റിച്ചിറ പ്രിഫർ ചെയ്യുള്ളൂ. ദ റീസൺ ഇസ് ബിക്കോസ് നമ്മുടെ കുറെ കാര്യങ്ങള് ചിലവർക്ക് ഡൈജസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട്. ഇപ്പം കുറ്റിച്ചിറയിലുള്ള ഒരാള് കല്യാണം കഴിഞ്ഞാൽ ഗേൾ സൈഡാ നിക്കാം. ദാറ്റ്സ് എ വെരി ബിഗ് പ്രിവിലേജ്. ഭാര്യന്റെ വീട്ടിൽ വന്ന് നിൽക്കണല്ലേ. അത് ഭയങ്കര വലിയ പ്രിവിലേജ് ഫോർ ഗേൾസ്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ബാഡ് റിലേഷൻ വിത്ത് ഇൻലോസ്. എപ്പോഴും നമ്മള് ഗസ്റ്റ് ആണ് ഇൻലോസിന്റെ വീട്ടിൽ പോകുമ്പോൾ. സോ ഐ തിങ്ക് ഇറ്റ്സ് കൂൾ. എന്റെ കേസിൽ ഞാൻ ഒരു ബാഡ് ഇമേജ് ഉണ്ടാവില്ല ഇൻലോസിന്. ബിക്കോസ് വി ആർ നോട്ട് സ്റ്റേയിങ് ദർ ഓൾ ദ ടൈം. അപ്പൊ എപ്പോഴും നമ്മളൊരു ഗസ്റ്റ് ആയിട്ടാണ് ഇൻലോസിന്റെ വീട്ടിൽ പോകും. അപ്പൊ അത് ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. വി ഗെറ്റ് ദാറ്റ് റെസ്പെക്ട് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പൊ അത് നേരെ തിരിച്ച് ഹസ്ബൻഡിന് അത് നേരെ തിരിച്ചാവല്ലേ? കാരണം every man works, right? Not every woman works. So he'll be in work all the time. അതുകൊണ്ട് അത് തീരെ എഫക്ട് ചെയ്യില്ല. വി റെസ്പെക്ട് ദാറ്റ് ഇൻലോ ബ്രദർ ഇൻലോ എന്താ പറയാ. ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാ. ഇപ്പം ബ്രൈഡ് സൈഡ് ഗേൾ സൈഡ് വീട്ടിൽ നിന്നാണെങ്കിലും പ്യാപ്പിള ഇസ് ലൈക്ക് ഓൾവേസ് എ പ്യാപ്പിള. ആ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റം. നൈസ്. സോ ഈ പോഡ്കാസ്റ്റ് ഞാൻ ആക്ച്വലി ചെയ്യാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഫോർ ദ ഗേൾസ് ഔട്ട് ദെയർ ഹൂസ് അഫ്രെയ്ഡ് ടു ബീങ് എക്സ്പോസ്ഡ്, ലൈക്ക് ഇപ്പം റിലീജിയസ് മുസ്ലിം ഗേൾസിനാണെങ്കിലും റിലീജിയസ് വൈസ് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മളെ ദീനിലാണെങ്കിലും റിലീജിയസ് ലൈക്ക് എന്തിലാണേലും ബിസിനസ് ചെയ്യരുതെന്ന് പറയുന്ന ഒരു പാർട്ട് എവിടെ ഇല്ല. ബീങ് എ മുസ്ലിം, ബീങ് എ ഫാമിലി ഹൂസ് വെരി ഓർത്തഡോക്സ്. ഞാൻ അപ്പൊ എന്റെ ഫാമിലിയിൽ വർക്കിംഗ് വുമൻസ് ഉണ്ട്. പക്ഷെ എന്റെ ഫാമിലി പറയുമ്പോൾ പക്ഷെ കുറെ ആൾക്കാരൊക്കെ എപ്പോഴും ഗേൾസിനെ പുറത്ത് വിടരുത്, ലൈക്ക് ആ മൈൻഡ് സെറ്റ് മാറാത്ത കുറെ ആൾക്കാരുണ്ട്, എസ്പെഷ്യലി ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി. അപ്പൊ അത് മാറ്റി കൊടുക്കുക എന്നുള്ളതുകൊണ്ടാണ് ആക്ച്വലി എൻ്റെ ഈ പോഡ്കാസ്റ്റിന്റെ ഒരു ഉദ്ദേശം. എവരി വൺ നീഡ്സ് ദാറ്റ് സ്പേസ്. പക്ഷെ നമ്മളെ തലയിൽ കുറെ കാര്യം ഉണ്ടാവും, അതിങ്ങനെ പുറത്ത് വരണം. നമ്മളെ ആൾക്കാരെ ലൈക്ക് ആ ഒരു സാധനം വരണം. അപ്പം ഹൗ യു ഓവർകം, ലൈക്ക് എന്താ പറയാ, എന്തായിരുന്നു ആ ഫസ്റ്റ് സ്റ്റെപ്പ് പുറത്തേക്ക് വരാനുള്ള, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാനുള്ള? എന്റെ ഫാമിലി അത്ര ക്ലോസ്ഡ് കൾച്ചർ വൈബ് അല്ല. ആവശ്യത്തിനുള്ള എക്സ്പോഷർ അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട് ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് എനിക്കത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ചില പാരന്റ്സ് ആണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കട്ട് ഓഫ് ചെയ്യണം, ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്റെ എല്ലാ ഹോബീസും സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണ്. എന്ത് ഹോബീസ് ആയിക്കോട്ടെ, ഇപ്പൊ ബിസിനസ് ആയാലും സ്റ്റാർട്ടിങ് പീരീഡിൽ ഇപ്പൊ അബാദിന്റെ കേസൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് കുറവാണ്. അത് ചെറിയൊരു ഫിയർ കൊണ്ടാണ്. അപ്പാർട്ട് ഫ്രം പ്രൊട്ടക്റ്റീവ് ഫിയർ, പ്രൊട്ടക്റ്റീവ് റെസ്ട്രിക്ഷൻ, പ്രൊട്ടക്റ്റീവ് ജലസി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? They don't want us to be in a space where we are discomfort. Their children should not be in a discomfort space എന്നാണ് ഓരോ മൈൻഡില്. ദാറ്റ്സ് കംപ്ലീറ്റ്ലി റോങ് ആക്ച്വലി. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഗ്രോത്ത് ഉണ്ടാവില്ല.
പക്ഷെ അതാണ് അവരുടെ മൈൻഡിൽ, നമുക്ക് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല ആക്ച്വലി. അത് അവരുടെ ഇതുകൊണ്ടുള്ള ഒരു തോന്നലാണ്. യാ, അപ്പം ദാറ്റ്സ് ഓൾ. അത്ര തന്നെ ഉള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു മെയ്ഡ് യു ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. സത്യം പറഞ്ഞാൽ നിങ്ങള് ഇങ്ങനെ രണ്ട് ഇതിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് എനിക്ക് എന്തായാലും നിങ്ങളെ ഇതിൽ കൊണ്ടുവന്നേ പറ്റും എന്നുള്ളത്. കാരണം നമ്മള് ലാസ്റ്റ് പോഡ്കാസ്റ്റ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് എ മന്തായി. ഒരു മാസം 1.5 മാസം കഴിഞ്ഞ് നമ്മള് ലാസ്റ്റ് പോഡ്കാസ്റ്റ് സലാംക്കായിരുന്നു ഫസ്റ്റ് ഗസ്റ്റ്. അപ്പം സെക്കൻഡ് ഗസ്റ്റ് തന്നെ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കില്ല. കൊണ്ടുവരുന്ന ആൾക്കാർ മസ്റ്റ് ബി സംതിങ്, ദേ മസ്റ്റ് സെർവ് വാല്യൂ. കാരണം ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഒരാൾക്കെങ്കിലും ഒരാള് നാളെ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഒരു ഗേള് കുട്ടിച്ചെറിയെന്നെങ്കിലും കുട്ടിച്ചെറിയ എനിവേർ ഇൻ ദ വേൾഡ് ആരെങ്കിലും ഇങ്ങനെ ഒരു ഇൻസെക്യൂർ ആയി നിൽക്കുന്നുണ്ടെങ്കിൽ മൈ ഹംബിൾ ഇന്റൻഷൻ ഈസ് ടു മേക്ക് ദം ഔട്ട്. യാ, സോ ദാറ്റ്സ് ഓൾ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഓഡിയൻസിന്റെ അടുത്ത്? എന്തെങ്കിലും ചോദിച്ചാ ഞാൻ പറയില്ല. സൈൻ ഓഫ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ ഓവറൊന്നും പഠിക്കാത്തോണ്ടാണ്. ഇപ്പോൾ ഒരു പരിപാടി തുടങ്ങുമ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം വെച്ചാൽ അതിനെ കുറിച്ച് നല്ലോണം പഠിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഓവർ പഠിക്കാത്തത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയെന്ന്. അപ്പം സപ്പോസ് സംവൺ, ഒരു ഗേള് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് വന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കണം? മാൻ പവർ ഫസ്റ്റ്. സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. അല്ലാതെ പരിപാടി പുൾ ഓഫ് ചെയ്യാനായാലും ഒരാൾ വിചാരിച്ചാൽ പുൾ ഓഫ് ചെയ്യുന്ന പോലെ വൺ മാൻ ഷോ നടക്കൂല. പിന്നെ ആ മൈൻഡ് സെറ്റും ഉണ്ടാവരുത്. എന്ത് ഞാൻ എന്നെ എല്ലാം ചെയ്യും, ആ മൈൻഡ് സെറ്റ് വെച്ച് പോകൂല ഫ്ലീ മാർക്കറ്റ്. അത് ഇന്ത്യയിലൊന്നല്ല, പക്ഷെ ലൈക്ക് എനിക്ക് എല്ലാത്തിലും അതുണ്ടാവും, ആ ഒരു ഇത് ഉണ്ടാവും. നമ്മളെല്ലാം മോണിറ്റർ ചെയ്യണം. ദാറ്റ്സ് ഫോർ ഷുവർ. മേക്ക് ഷുവർ എവരിതിങ് ഈസ് ഗോയിങ് പെർഫെക്റ്റ്. വൺ മാൻ ഷോ നടക്കൂല ഫ്ലീ മാർക്കറ്റിന്റെ കേസിൽ. എല്ലാ ബിസിനസ്സും ആണ്. പിന്നെ ഐ വുഡ് സേ പ്ലാൻ വേണം, അത്യാവശ്യം ഒരു പ്ലാനിങ് വേണം. ഫസ്റ്റ് ഇതിൽ നിന്ന് പഠിച്ച കാര്യല്ലേ? അല്ല, എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നു, പക്ഷെ the thing is, അത് എത്ര പ്ലാൻ ചെയ്താലും ആധികാരികമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തില്ല. അല്ല, ഇപ്പൊ സീസൺ 2ന്റെ കേസ് പറയുകയാണെങ്കിലും പ്ലാൻ എത്ര ചെയ്താലും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ച് ഡിഫറൻസ് വരും. അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. പിന്നെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാല് ഒരു സജഷൻ ആണെങ്കിൽ അത് ടേക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഞാൻ ചെയ്തത് ശരിയാ ആ മെന്റാലിറ്റി കീപ്പ് ചെയ്യണ്ടെങ്കിൽ റൺ ചെയ്യാൻ കഴിയില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് സർവീസ്, ആളുകൾ ഡീൽ ചെയ്യാണ്. നമുക്ക് എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും. അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രഗിൾ ഉണ്ടാവും. അവിടെ ഗിവപ്പ് ചെയ്താ കഴിഞ്ഞു. ഇങ്ങനെ ഗിവപ്പിന്റെ വക്കത്തെത്തി നിൽക്കും. അതിപ്പോ എത്ര സീസൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഉണ്ടാവും. കാരണം പ്രഷർ കൂടുമ്പോൾ എന്തായാലും നിർത്താനുള്ളൊരു മെന്റാലിറ്റി വരും. പക്ഷെ ആ പോയിന്റിലേക്ക് ചിലപ്പോൾ ഗ്രോത്ത് ഉണ്ടാവും. പറഞ്ഞല്ലേ എന്നോട് ഈ അടുത്ത് ഒരു പോഡ്കാസ്റ്റിൽ വെച്ച് നിങ്ങൾക്ക് എപ്പോഴേലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? കാരണം ഞാൻ ഫോർ ദ ലാസ്റ്റ് ഇയർ ആയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഓൾറെഡി മടുത്തിട്ടുള്ളത്. മടുത്തിട്ട് മീൻസ് ഈ എക്സ്പോഷർ, പ്രൈവസി ബ്രീച്ചിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആക്ച്വലി സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ കോണ്ടന്റ് ക്രിയേഷൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പലരും റിയലൈസ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ സാധനം മടുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ്സ് വേർ ദ ട്രൂ ലവ്. ഇപ്പം കല്യാണം കഴിഞ്ഞാല് ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞിട്ടും നമുക്ക് നമ്മളെ പാർട്ട്ണറെ ലൈക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ, പാർട്ട്ണർ എങ്ങനെയാണോ അങ്ങനെ ആളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ട്രൂ ലവ്. കാര്യങ്ങൾ ഹാർഡ് ആവുമ്പോഴാണ് ട്രൂ ലവ് കാണിക്കേണ്ടത്. അല്ലാതെ നമ്മൾ തുടക്കത്തിൽ ഒരു പാഷന്റെ പുറത്ത് തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് സാധനത്തിനാണേലും നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സാധനത്തിനാണെങ്കിലും ദർ വിൽ ബി ഗുഡ് ആൻഡ് ബാഡ് തിങ്സ്. അതിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ് തിങ്സ് തന്നെ നമുക്ക് ചിലപ്പോൾ താല്പര്യമില്ലാതായി വരും. അപ്പോഴും നമ്മൾ പിടിച്ചേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടാണ് that's where you win. So Emina, it was very nice talking to you. Thank you. And I hope you feel proud now. Yeah, for attending this podcast, and I'm happy that ഞാനാണ് ഇതിനൊരു കാരണമായെന്നുള്ളത്. So yeah guys,
We are waiting for the next Habadia season 3 inshallah next year അല്ലേ? ഇൻഷാല്ലാ. നെക്സ്റ്റ് ഇയർ മെയിൽ ഉണ്ടാവും. സോ ആ സീസൺ 3 നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ലെറ്റ് സി ഹൗ എമിന ഇസ് ഗോണ ഫുൾ ഓഫ് ദി ഇവന്റ് ബെറ്റർ ബിഫോർ ദ 2 versions. വെയിറ്റിംഗ്. യാ. സോ Inshallah. ജസ്റ്റ് സൈൻ ഓഫ്. Thank you so much Bye, for guys. inviting. ഇതവിടെ. Thank you so much for inviting me. It was a great privilege to be with Min on a podcast. ഇവിടെ വരെ എത്തിക്കാൻ ഞാൻ പെട്ട പാട്. ബൈ ഗൈസ്, ബൈ. ശരി.